എല്ലാവർക്കും കോക്ടെയിലിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്തെല്ലാം പ്രതിപക്ഷമായ വലതുപക്ഷത്തെക്കുറിച്ച് കേട്ടിരുന്ന പ്രധാന പരാതി അവർക്ക് സമരം ചെയ്യാൻ അറിയില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ പ്രതിപക്ഷമാവട്ടെ അടവുകളെല്ലാം പഠിച്ചിട്ട് വന്നിരിക്കുകയാണ്. മുമ്പൊക്കെ കാശും ബിരിയാണിയും കൊടുത്തും മുദ്രാവാക്യം വിളിക്കാനായി മാത്രമാണ് കോൺഗ്രസ്സുകാർ ആളുകളെ കൊണ്ടുവന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ പോലീസിൻ്റെ തല്ലുകൊള്ളാനും ആളുകൾ റെഡിയാക്കിയിട്ടുണ്ട്. 2 ദിവസമായി തലസ്ഥാനത്ത് നടന്നു വരുന്ന സമരനാടകത്തിൻ്റെ തയ്യാറെടുപ്പുകളെക്കുറിച്ച് ചെന്നിത്തലാജിയും സംഘവും പറഞ്ഞു തരും. മിനിമം ഒരു സമരമെങ്കിലും കൃത്രിമമായിട്ടങ്ങ് ഉണ്ടാകണം. അല്ല, അതുകൊണ്ടൊന്ന് പ്രസക്തി. അങ്ങനെ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാം. അതൊരു നല്ല പീസ. എന്റെ അഭിപ്രായം നിങ്ങൾ മാനിക്കുമെങ്കിൽ PS തന്നെ കിടക്കണം. നീലകണ്ഠം പറഞ്ഞത് പോയിന്റാണ്. പാർട്ടി നേതൃത്വം യുവജന വിഭാഗത്തിന് അർഹിക്കുന്ന സ്ഥാനം കൊടുക്കുന്നില്ല എന്നൊരു ആരോപണം വ്യാപകമായിട്ടുണ്ട്. പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനത് തിരുത്തുകയാണ്. യുവജനങ്ങളുടെ പ്രിയങ്കരനായ PS ആണ് നിരാഹാരവ്രതം കിടക്കാൻ ഏറ്റവും പറ്റിയ. ഇന്ന് സ്വാശ്രയ കൊള്ളയ്ക്കിന് എതിരായി യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ഈ സമരത്തെ ചോരയിൽ മുക്കി കൊല്ലാനുള്ള പിണറായി സർക്കാരിന്റെ ഈ നീക്കത്തിനെതിരെ അതിശക്തമായ പോരാട്ടങ്ങളുമായി തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. വരുന്ന 16-ാം തീയതി മുതൽ സംസ്ഥാന വ്യാപകമായ സമരം നടത്താനാണ് പാർട്ടിയുടെ തീരുമാനം. അതായത് എല്ലാ കലക്ടറേറ്റുകളും പിക്കറ്റ് ചെയ്യുക, ഇവിടെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ മാർച്ച് നടത്തുക. ഡീൻ കുര്യാക്കോസും CR മഹേഷും ചേർന്ന് നിരാഹാരം ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. തങ്ങളുടെ സമരം സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ എന്തെങ്കിലും കച്ചറയുണ്ടാക്കി സമരത്തിൽ നിന്ന് തടി ഉരിയാൽ മതി എന്നായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലാത്തിയടി കൊള്ളൽ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എത്രയോ പോരാട്ടങ്ങൾ നടത്തി അധികാരത്തിൽ വന്ന ആളുകൾ ന്യായമായ ആവശ്യത്തെ മുൻനിർത്തി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാവകാശം ഉണ്ടാക്കാൻ, അവസരമുണ്ടാക്കാൻ, ന്യായമായ ഫീസിന് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടി ബാധ്യതപ്പെട്ട സർക്കാർ മാനേജ്മെന്റുകൾക്ക് മുമ്പിൽ മുട്ടുമടക്കി മാനേജ്മെന്റ് ആവശ്യപ്പെട്ടതിനേക്കാളും അപ്പുറത്തല്ലേ കൊടുത്തിട്ടുള്ളത്. ഇതിനെതിരെ പ്രതികരിക്കണ്ടേ? ഇനി മുഖ്യമന്ത്രി പറയുന്നത് കേട്ടുകളയാം. സമരക്കാരെ തിരിഞ്ഞു നോക്കാത്തതോ പോട്ടെ, തങ്ങൾ സമരം ചെയ്തതിൻ്റെ ക്രെഡിറ്റ് യൂത്ത് കോൺഗ്രസ് കൊടുക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായില്ല. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചത് അങ്ങ് പരാമർശിക്കുകയുണ്ടായല്ലോ. അതെനിക്ക് വളരെ വിചിത്രമായിട്ടാണ് തോന്നിയത്. കാരണം യൂത്ത് കോൺഗ്രസ് വളരെ മോശമൊന്നുമല്ലാത്തൊരു സംഘടനയാണല്ലോ. ഞാൻ സെക്രട്ടേറിയറ്റ് ഓഫീസിൽ നിന്ന് കൻ്റോൺമെൻറ്റ് ഗേറ്റ് വഴി ഉച്ചക്ക് പോകുമ്പോൾ കുറച്ചപ്പുറം എത്തിയപ്പോൾ 2-3 ക്യാമറക്കാർ ഇങ്ങനെ ക്യാമറയും കൊണ്ട് ഇങ്ങനെ ഓടി വരുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് ഇതെന്താ ഇവരിങ്ങനെ ഓടുന്നത്. അപ്പോൾ അവരിങ്ങനെ നോക്കുകയാണ് ഞാൻ. അപ്പോഴാണ് ഇങ്ങേ ഭാഗത്ത് 2 ചെറുപ്പക്കാർ ആ സൈഡിൽ നിന്ന് ഓടി വരികയാണ്, റോഡിൻ്റെ വലത് ഭാഗത്ത്. ഈ ക്യാമറക്കാർ ഇടത് ഭാഗത്താണ്. അപ്പോൾ 2 പേര് ഓടി വന്ന് അവരുടെ കയ്യിൽ കൊടിയുണ്ട്. അത് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചതാണെന്ന് അവകാശപ്പെടാതിരിക്കലാ നല്ലത്. കാരണം അത്രമാത്രം പരിഹാസ്യമായ അവസ്ഥയിൽ യൂത്ത് കോൺഗ്രസ് എത്തിയിട്ടില്ല. സമരക്കാരെ ഇങ്ങനെ കളിയാക്കിയാൽ സ്വാഭാവികമായും ചെന്നിത്തലാജിക്കും പ്രതിപക്ഷത്തിനും അല്പം കോംപ്ലക്സ് ഒക്കെ ഉണ്ടാകാം. യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗുമൊക്കെ സമരം ചെയ്ത് എന്തുമാത്രം പേരാണ് പ്രതിപക്ഷത്തിന് ഉണ്ടാക്കി തന്നത്. അടികൊള്ളുമ്പോൾ ജീവനും കൊണ്ട് ഓടുന്ന MSFകാരൻ ഇപ്പോഴും കോഴിക്കോട്ടുകാരുടെ നൊമ്പരമാണ്. ഇന്ന് മുഖ്യമന്ത്രി എടുത്ത നിലപാട് തികച്ചും അപലപനീയമാണ്. മുഖ്യമന്ത്രിയുടെ മറുപടി ഒരു മുഖ്യമന്ത്രിയുടെ പദത്തിന് യോജിച്ചതായി ആയില്ല. യൂത്ത് കോൺഗ്രസ്സുകാർ വാടകയ്ക്ക് ആളിനെ കൊണ്ടുവന്ന് ചാനലുകാരുമായി ചേർന്ന്, പത്രക്കാരുമായി ചേർന്ന് ഉണ്ടാക്കിയ ഒരു ഒത്തുകളിയാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ വാദം പത്രക്കാർക്കും അപമാനമാണ്, ഞങ്ങൾക്കും അപമാനമാണ്. കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും യൂത്ത് ലീഗ് ആണെങ്കിലും MSF ആണെങ്കിലും യൂത്ത് ഫ്രണ്ട് ആണെങ്കിലും ഒക്കെ സമരരംഗത്ത് നിരന്തരമായി ഉറച്ചു നിന്നിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. അങ്ങനെയുള്ള പ്രതിപക്ഷ യുവജന സംഘടനകളെ അപമാനിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമം തികച്ചും ദൗർഭാഗ്യകരമായി പോയി. ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വാക്കുകളല്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. സമരക്കഥകൾ തീരുന്നില്ല. ഇനിയുള്ള സമരഫലിതങ്ങൾ
അങ്ങ് ആലപ്പുഴയിൽ നിന്നാണ്. പോലീസുമായുള്ള മൽപ്പിടുത്ത നാടകത്തിന്റെ ആദ്യ ഭാഗം കാണാം ആദ്യം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ചേർന്ന് നടത്തുന്ന നിരാഹാരം ഇന്ന് 6ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ പ്രവർത്തകരെ, സമരവുമായി ചെല്ലുന്ന നമ്മുടെ പ്രവർത്തകരെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുകയും അതുപോലെ തന്നെ നമ്മുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്യാത്ത ഈ ഗവൺമെൻറ്റിനെ വരും ദിവസങ്ങളിൽ ശക്തമായ സമരവുമായി നമ്മൾ മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം നടത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. സമരം എന്നൊക്കെ പറഞ്ഞാൽ ഒരുമാതിരി നാടകമാണല്ലോ. കൂടുതൽ നന്നായി അഭിനയിക്കുന്നവന് കൂടുതൽ പൊളിറ്റിക്കൽ മൈലേജ് എന്നതാണ് തിയറി. ആലപ്പുഴയിൽ പക്ഷേ ഇത്തരം നടന്മാരെ കൊണ്ട് വലിയ പൊല്ലാപ്പായിരുന്നു പോലീസിന്. അവനെ ആ ഗേറ്റ് കൂടെ വിട്ടാ പോരാ, ആ ഗേറ്റ് കൂടെ വിടാം. പോലീസ് കാലു പിടിച്ചിട്ടും പുറത്തു പോകാത്ത ഈ സമര പ്രതിഭയെ അവസാനം ഷുക്കൂർ വന്ന് എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകേണ്ടി വന്നു. ഇറങ്ങുന്നില്ല, അവൻ വിളിച്ചതാണ്. ഇനി PC-യുടെ നിയമസഭാ പ്രസംഗമാണ്. പൂഞ്ഞാർ നാട്ടുരാജ്യത്തെ രാജാവാണെങ്കിലും PC ഈ കേരളക്കരയുടെ ആകെ വികാരം നെഞ്ചേറ്റുന്നയാളാണ്. പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ. സത്യക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദുക്കളെ ഉദ്ധരിച്ചിട്ട് PC അടങ്ങും. സാർ, ഇവിടുത്തെ പ്രശ്നം എന്താ സാർ? ഇവിടെ എനിക്ക് വ്യക്തമായ അഭിപ്രായത്തിൽ PSCക്ക് വിടുന്നത് തെറ്റാന്ന് അഭിപ്രായക്കാരനായി. പക്ഷേ നിങ്ങൾ ഇടതുപക്ഷം നിങ്ങൾ സൗകര്യമുള്ള ചെയ്തു. ഞാൻ ചോദിക്കട്ടെ സാർ, ഇവിടെ അരിവത്രപ്പള്ളിയിലെ കപ്പ്യാരെ നിശ്ചയിക്കുന്നത് ഞങ്ങൾ പള്ളിക്കാരല്ലാതെ ഗവൺമെൻറ്റാണോ? എനിക്ക് മനസ്സിലായില്ല. അരിവത്രപ്പള്ളിയിലെ കപ്പ്യാരെ ആര് നിശ്ചയിക്കും? ഞങ്ങൾ പള്ളിക്കാർ തീരുമാനിക്കും. ഗവൺമെൻറ് എന്താ കാര്യം? ഇവിടെ ഈരാറ്റുപേട്ട നയനാർപള്ളിയുടെ മുഖ്യയെ നിശ്ചയിക്കുന്ന അവിടുത്തെ കമ്മിറ്റിയാണ്, അല്ലാതെ ഗവൺമെൻറ് അല്ല. ഇവിടെ ഹിന്ദുക്കളായപ്പോൾ എല്ലാവരും കയറി വാരി അങ്ങോട്ട് PSC ആയി, ബഹളമായി. ഞാൻ ചോദിക്കട്ടെ സാർ, ഇവിടെ തന്ത്രിമാരുണ്ട്, പൂജാരിമാരുണ്ട്, ശാന്തിമാരുണ്ട്. നിങ്ങൾ അവർക്ക് കൊടുത്ത ശമ്പളം അനുസരിച്ച് അവരുടെ പോസ്റ്റ് എത്രയാ, അവരുടെ സ്ഥാനം എത്രയാ? സർ, 4th ഗ്രേഡിലാ. ഞാൻ മനസ്സിലായി സാർ, 4th ഗ്രേഡിലാ. പോയിന്റ് ഓഫ് ഓർഡറിന് ആ പോയിന്റ് ഓർഡറിൽ തന്നെ നിൽക്കുക സാർ. ഞാൻ വന്നാൽ എന്ത് ബഹുമാനം, ഞങ്ങളുടെ വികാരിച്ചെന്ന ബഹുമാനം, നമ്മുടെ പള്ളിയെ വികാരിച്ചെന്ന ബഹുമാനം, ഞങ്ങളുടെ കത്ത് ബഹുമാനിക്കും, പൂജാരി വന്നാലും ബഹുമാനിക്കും.